നിങ്ങൾ വെറൈറ്റി എന്ന് കേട്ടിട്ടുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഒരു വെറൈറ്റി അങ്ങോട്ട് കാണിച്ചു തരാം. ഒരു കാര്യം ആദ്യേ പറയാം, ഇത് മനഃപൂർവ്വം ചെയ്ത കാര്യങ്ങളല്ല, അറിയാണ്ട് സംഭവിച്ചതാട്ടോ. ബാക്കി എന്താണ് ആ വെറൈറ്റി എന്നുള്ളത് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ആ പറഞ്ഞ വെറൈറ്റി. ഇവനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വെറൈറ്റി തോന്നുന്നുണ്ടോ? ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. എന്തെങ്കിലും വെറൈറ്റി അടങ്ങി നിൽക്കണ. ഇവനെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ? എന്നാലേ ഇവന്റെ ലിറ്റർ മേറ്റ്, അതായത് ഇവന്റെ കൂടെ പറപ്പിനെ കാണിച്ചു തരാം. അന്നേരം നിങ്ങൾക്ക് എന്തെങ്കിലും വെറൈറ്റി തോന്നുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇനിയേ ഇവനെ ഒന്ന് ജസ്റ്റ് നോക്കിക്കേ. ദേ ഈ ടീമിനെ, ഈ ചെക്കൻ്റെ കണ്ണുകളിലേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. എന്തെങ്കിലും ഒരു വെറൈറ്റി നിങ്ങൾ കാണുന്നുണ്ടോ? ഒന്ന് ശരിക്കും നോക്കിക്കേ. ഉണ്ടല്ലേ? എന്നാ ഇവനൊരു വെറൈറ്റി ആളാണ്. ഇവൻ മാത്രമല്ല, ഇവന്റെ കൂടെ നേരത്തെ കണ്ടയാളും ഒരു വെറൈറ്റിയാണ്. ഈ വെറൈറ്റി ചെക്കന്മാരുടെ കൂടുതൽ വിശേഷങ്ങള് നമുക്ക് അറിഞ്ഞിട്ട് വരാം. ഓക്കെ, വാ. ഇവന്മാരുടെ വിശേഷം പറയാന്ന് വെച്ചാൽ ആദ്യം ഇവന്മാർ സമ്മതിക്കണം. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്ത ഭയങ്കര ആക്റ്റീവാണ് ഈ ചെക്കന്മാര്. നമ്മളടുത്ത് നിൽക്കാൻ പറ്റിയല്ല, ഒരു രക്ഷയില്ല. ആദ്യം പറയാം, ഈ പപ്പീസ് ഒരു ക്രോസ് ബ്രീഡ് പപ്പീസാട്ടോ. ഇവരുടെ ഏകദേശം ലുക്ക് കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഏതായിരിക്കും ഇവരുടെ മദറ്, ഏതായിരിക്കും ഇവരുടെ ഫാദർ എന്നിട്ടുള്ളത്. ഇതിനകത്ത് ഇവരുടെ മദറിനെ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഏകദേശം നിങ്ങൾ ഊഹിച്ച ആള് തന്നെയാണ്. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോഴേ നമുക്ക് ആ പിള്ളേരുടെ അമ്മേനൊന്ന് കണ്ടാലോ? വാ. നിങ്ങളെല്ലാം വിചാരിച്ചതുപോലെ തന്നെ ദാ ഒരു ജർമ്മൻ ഷെപ്പേർഡാണ് നമ്മുടെ പിള്ളേരുടെ അമ്മ. ഇതാണ് ആ പിള്ളേരുടെ സ്വന്തം അമ്മ. ഇതാണ് നമ്മുടെ പാവാട്ടോ. ആള് നല്ലൊരു എന്താ പറയാ, ഒരു തനിയൊരു അമ്മയുടെ എല്ലാ സ്വഭാവ ഗുണങ്ങളും ഉണ്ട്. മക്കളെ അടുത്തുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മളെ അടുപ്പിക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ ദേ ഇങ്ങനെ കൂളായിട്ട് നമ്മുടെ കൂടെ ഇരുന്നോളും കേട്ടോ. എന്നാടി അപ്പോഴേ ഈ കളറിന്റെ ആളെ കിട്ടി, ഈ കളറിന്റെ ഉത്തരവാദിയെ കിട്ടി. അപ്പൊ പിന്നെ ഈ കണ്ണിന്റെ ഉത്തരവാദി ആരാ? അത് നമുക്കൊന്ന് അറിയണ്ടേ. ആരാണ് ഈ കണ്ണിന്റെ ഉത്തരവാദി? അപ്പോഴേ ഈ കണ്ണുകളിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. ഒന്ന് സൂം ചെയ്ത് കണ്ടോ? ആ കണ്ണുകൾ എവിടുന്നാ വന്നതെന്ന് കണ്ട? ഇവിടെ നിന്നാണ് ആ കണ്ണുകളുടെ ഉറവിടം. ഓ, പറയുമ്പോഴേക്കും എന്തൊരു ഗാംഭീര്യ. ആ കണ്ണൊന്ന് കാണിച്ചു കൊടുത്തടാ. ആളെ വേറെ റേഞ്ച് ചെങ്ങായിട്ടോ. ഒരു രക്ഷയില്ലാത്ത ചെങ്ങായി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചെങ്ങായിയാ. അതുകൊണ്ടാണ് ഇവരെ ചെയിനൊക്കെ ഇട്ട് പിടിച്ചേക്കുന്നത്. വേറൊന്നുമല്ല, ഓട്ടവും ചാട്ടവും തന്നെ. താനി ഹസ്കിന്റെ സ്വഭാവം ഓട്ടവും ചാട്ടവും ബഹളവും ഭയങ്കര ആക്റ്റീവാണ് ഈ ചെങ്ങായി. സൂക്ഷിച്ചൊക്കെ നിന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, ഗേറ്റൊക്കെ ചാടി ആശാൻ പോയി കളയും. എന്താടാ? എന്തായാലും നല്ല രസാട്ടോ. ഈ ചെറുക്കൻ്റെയും നമ്മുടെ ജർമ്മൻ ഷെപ്പേർഡിൻ്റെയും കുഞ്ഞുങ്ങളാണ് നമ്മളാ നേരത്തെ കണ്ട വെറൈറ്റി പിള്ളേർ അല്ലേ? എന്താടാ നമ്മുടെ വെറൈറ്റി പിള്ളേർ എങ്ങനെയുണ്ട്? നമ്മുടെ വെറൈറ്റി പിള്ളേരെ ലൈൻസ് വന്ന വഴി കണ്ടോ? ഈ ടാൻ കളറ് ഇവന്റെ അമ്മയുടെയും ഈ കണ്ണുകള് ദേ ഈ അച്ഛൻ്റെ ആട്ടോ. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, രണ്ടിൻ്റെ സ്വഭാവം ദേ ഇവന്മാർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം നിലത്ത് നിൽക്കില്ല എന്ന് പറഞ്ഞാൽ നിലത്ത് നിൽക്കില്ല, പുറകെ ഓടി പിടിക്കാനും പറ്റിയല്ല. അമ്മാരി ആക്റ്റീവാ. ഹസ്കീസ് പൊതുവെ എപ്പോഴും ഭയങ്കര ആക്റ്റീവാ. ജർമ്മൻ ഷെപ്പേർഡും
ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ളത്. അതൊക്കെ എൻ്റെ കയ്യിലിരിക്കില്ല. ഒരാളും കൂടി ഉണ്ട്, ആളെ കൈ പിടിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ രണ്ടുപേരെയും കൂടി ഹോൾഡ് ചെയ്യലേ നടക്കില്ല. അത്രയ്ക്ക് ടാസ്ക്കാണ്. വിട്ടേക്കാം. അപ്പോൾ ഇവന്മാരെയൊക്കെ റിലീസ് ചെയ്യാട്ടോ. പൊക്കോ, എങ്ങോട്ടാ പൊക്കോ. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം.